പ്രിയപ്പെട്ടവരെ, വളരെ എമർജൻസി വീഡിയോ ആണ്. ലിവർ രോഗം പിടിപെട്ട് അവസാന സ്റ്റേജിലായി പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് രക്തം ഛർദ്ദിച്ച് കുഴഞ്ഞു വീണതിനെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് അടിയന്തരമായി മാറ്റുകയാണ്. ഇനി ലിവർ മാറ്റിവെക്കലല്ലാതെ മറ്റു യാതൊരു പരിഹാരമില്ല എന്നാണ് ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചത്. എന്റെ ഭർത്താവിന്റെ ജീവൻ എനിക്ക് തിരിച്ചു തരില്ലേ, അതിലൊന്നും സംഭവിക്കില്ലേ ഈശോയെ, എനിക്ക് താങ്ങാൻ പറ്റത്തില്ല ഈശോയെ. ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല ഈശോയെ, എനിക്ക് എന്റെ മോനും വേറെ ആരും ഇല്ല ഈശോയെ. എല്ലാരും എന്നെ ഒന്ന് സഹായിക്കണേ. എന്റെ ഭർത്താവിനും സംഭവിച്ചു, ഞാനും മോനും റോഡിലായി, ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളെല്ലാരും സഹായിക്കണേ. എന്റെ പപ്പ എല്ലാവരും ഒന്ന് സഹായിക്കണം. ഈ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞൊരു വാക്ക് കേട്ടോ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവൻ വേണമെങ്കിൽ എടുത്തു, എന്റെ ഭർത്താവിനൊന്നും സംഭവിക്കരുത്. എന്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല. ഞാനും എന്റെ മോനും റോഡിലാകുന്ന ഒരു സാഹചര്യമായി മാറും. ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് വല്ലാത്തൊരു സങ്കടത്തോടു കൂടി, വളരെ വേദനയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സഹായ അഭ്യർത്ഥനയെ വന്ന ഈ ഒരു കുടുംബത്തിന്റെ സങ്കടം നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത്. പറ്റാവുന്ന രീതിയിലുള്ള ഒരു സഹായം ചെയ്ത് ഈ പ്രിയപ്പെട്ടവന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പടച്ചവന് മുന്നിൽ ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവർ, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം ചെമ്പന്തോട്ടി എന്ന് പറഞ്ഞ പ്രദേശത്ത് സേവ്യർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന് ലിവർ രോഗം വന്ന് അവസാന സ്റ്റേജിലാണ്. എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വെച്ചില്ലെങ്കിൽ ഈ ജീവൻ നിലച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അറിയിച്ചതിൽ പിന്നെ ഒരു നാട് മുഴുവൻ നിറ കണ്ണുകളോട് കൂടിയിട്ടാണ്, വളരെ വേദനയോട് കൂടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ സാധിക്കുള്ളൂ. എത്രയും പെട്ടെന്ന് ലിവർ മാറ്റിവെക്കണമെങ്കിൽ ഏകദേശം 40 ലക്ഷം രൂപയോളം അടിയന്തരമായി നാം സമാഹരിച്ചാൽ മാത്രമേ ഈ പ്രിയപ്പെട്ടവന്റെ ജീവൻ. ഈ വീഡിയോ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ടവന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളൊക്കെ അഭ്യർത്ഥിക്കണം. വേറെ യാതൊരു മാർഗവും ഇല്ലാത്തൊരു കുടുംബമാണ്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ടവന്റെ ജീവൻ നിലനിർത്താനുള്ള എല്ലാവിധ സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ള വിശ്വാസത്തോട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ 6 വർഷത്തിലധികമായി സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വൈദികനാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിധേയമാകുന്ന അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കൈത്താങ്, ഒരു സഹായം, ഒരു ഷെയർ അത് കൊടുക്കണമെന്ന് ഏറ്റവും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മളാൽ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പ്രവർത്തനമാണ് തവിക്കുന്ന, വേദനിക്കുന്ന ഹൃദയമുള്ള ഒരു സഹോദരനെ സന്തോഷിപ്പിക്കുക എന്നത്. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റോ ഒരു മനുഷ്യൻ്റെ ഹൃദയം സന്തോഷിക്കുന്നൊരു നന്മ, അത് വലിയ പ്രതിഫലമുള്ള നന്മയാണെന്ന് നമുക്കറിയാം. നമ്മുടെ പ്രിയപ്പെട്ട സേവ്യർ ചേട്ടൻ എന്ന സഹോദരൻ ലിവറുമായി ബന്ധപ്പെട്ട് വലിയൊരു രോഗത്തിൽ കഴിയുകയാണല്ലോ. നമ്മുടെ നാട്ടുകാരനായ സേവ്യറേട്ടൻ്റെ ആരോഗ്യനില വളരെ ഗുരുതര അവസ്ഥയിലാണ്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അവരാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായം ചെയ്യണമെന്ന് ഞങ്ങൾ ഓരോരുത്തരും അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ സേവ്യറേട്ടനെ എല്ലാവരും സഹായിക്കും. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ TC പ്രിയയാണ്. എല്ലാവരും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കണമെന്ന് ഈ അവസരത്തിൽ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു. ശ്രീകണ്ഠപുരം നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അതോടൊപ്പം സേവ്യറിൻ്റെ ടീച്ചറും കൂടിയാണ്. സേവ്യറിൻ്റെ ഈ ദുരവസ്ഥയിൽ സഹായിക്കാനായിട്ട് ഒരു സുമനസ്സായ ഒരു പറ്റം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ ചെമ്പന്തൊട്ടിയുടെ മുൻ ഹെഡ് മാസ്റ്ററാണ്. നമ്മുടെ ചെറുപ്പക്കാരനായ സേവ്യറിൻ്റെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നതിനായി ചെമ്പന്തൊട്ടി ഹൈസ്കൂളിൽ കഴിഞ്ഞ 42 വർഷം പഠിച്ച ഏകദേശം 10,000-കണക്കിന് കുട്ടികൾ ഒരു കൈ സഹായം സേവ്യറിന് വേണ്ടിയിട്ട്, സേവ്യർ എന്ന് പറഞ്ഞാൽ രക്ഷകനാണ്, എല്ലാവരും ഈ 10,000 പേര് സേവ്യറാകാൻ, രക്ഷകരാകാൻ കൂടെ നിൽക്കണം എന്ന് മാത്രം പറയുന്നു. തീർച്ചയായിട്ടും ഈ കാണുന്നവർ, വിദേശത്തുള്ളവരും മറ്റു ഭാഗങ്ങളിലൊക്കെ ഉള്ളവരും ഈ സേവ്യറിനെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നതും എൻ്റെ ഒരു സഹോദരസ്ഥാനീയനായ സേവ്യറിൻ്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ധനസമാഹരണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. എല്ലാവരെക്കാൾ കഴിയുന്ന എല്ലാ സഹായങ്ങളും സേവ്യറിന് ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സേവ്യർ എന്ന ചെറുപ്പക്കാരൻ ഇന്ന് ജീവനോട് മല്ലിടിക്കുകയാണ്. എല്ലാവരുടെയും കാരുണ്യം വറ്റിയിട്ടില്ലാത്ത
മുഴുവൻ ലോക മലയാളികളും ഈ വീഡിയോ ഷെയർ ചെയ്ത് സേവ്യർ എന്ന ചെറുപ്പക്കാരനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ആ കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകണം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ശിവദാസൻ, ശ്രീകണ്ഠാപുരം നഗരസഭയുടെ വൈസ് ചെയർമാനാണ്. ഞങ്ങൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് ശ്രീകണ്ഠാപുരം നഗരസഭയിൽ പെടുന്ന ചെമ്മന്തൊട്ടി പള്ളത്ത് താമസിക്കുന്ന പന്തക്കുറ്റിയിൽ സേവ്യർ എന്നവരുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ തുക, ഏതാണ്ട് 40 ലക്ഷം രൂപയോളം ചിലവാകും എന്നാണ് അറിയുന്നത്. ബഹുമാന്യരെ, മരണത്തോട് മല്ലടിക്കുന്ന പന്തക്കുറ്റി സേവ്യർ നിങ്ങളുടെ കാരുണ്യം അപേക്ഷിക്കുകയാണ്. ആ സേവ്യർ ചികിത്സയ്ക്ക് നമുക്ക് ഒന്നായിട്ട് എല്ലാവരും ഒറ്റ മനസ്സോടെ മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, ഞാൻ ഈ വാർഡിൻ്റെ കൗൺസിലറാണ്. അത് മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് സ്ഥിതിവിശേഷമുള്ളത്. ആ രോഗാവസ്ഥയിൽ സഹായിക്കുവാൻ വേണ്ടി മനുഷ്യസ്നേഹമുള്ള നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെയും ആ കുടുംബത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണ സാമ്പത്തിക സഹായം നൽകി ആ കുടുംബത്തെ മരണത്തോട് മല്ലിടുന്നത് പോലെയാണ് എൻ്റെ നാട്ടുകാരനും എൻ്റെ സഹോദര തുല്യനുമായ സേവ്യർ മല്ലടിക്കുന്നത്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി അകമറിഞ്ഞ് സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സഹായിച്ച് അദ്ദേഹത്തിന് സംഭാവന ചെയ്ത് അദ്ദേഹത്തെ രക്ഷിക്കണമെന്ന്. ഈ ഇടിഞ്ഞ് വീയാറായ കൊച്ചു വീട്ടിലായിരുന്നു സേവ്യറും കുടുംബവും ഇതുവരെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ കാണുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും അടിയന്തരമായി ഷെയർ ചെയ്തുകൊണ്ട് അടിയന്തരമായി ഒരു സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണേ. സേവ്യർ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരനും വളരെ സീരിയസ് ആയി കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വെക്കലല്ലാതെ വേറെ യാതൊരു പരിഹാരമില്ലെന്നാണ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത്, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥനയോടുകൂടി കൂടെ നിൽക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.